യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വചനം ശ്രദ്ധിച്ചു നോക്കിക്കേ. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തുനിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ആലോചന ഇതാണ്. ദൈവം കൽപ്പിക്കുകയാണ്, തടുത്തു വെക്കരുത്, തരിക. എൻ്റെ മക്കൾ എവിടെയൊക്കെ ഉണ്ട് അവരെ തിരിച്ചു തരിക. എൻ്റെ മഹത്വത്തിനായി ഞാൻ ഉണ്ടാക്കിയ, എൻ്റെ നാമത്തിൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ തലമുറ, എൻ്റെ മക്കളെ എനിക്ക് തിരിച്ചു തരിക. കർത്താവിൻ്റെ ആലോചന ഇതാണ്. നിങ്ങളുടെ നന്മകളെ, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഈ മാസത്തിൽ തടുത്തു വെക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കുകയാണ്, തരിക, തടുത്തു വെക്കരുത്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയാണ് ദൈവം ആ വാഗ്ദത്തം പറയുന്നത്. ഹല്ലേലൂയ. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ദൈവത്തിന്റെ മക്കളായി നിൽക്കണമെന്നും അവൻ നമ്മുടെ പിതാവായി നിൽക്കണമെന്നുമാണ്. പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കുന്ന പിതാവ്, ഏറ്റവും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മക്കൾ, ബഹുമാനിക്കുന്ന മക്കൾ, ഭയപ്പെടുന്ന മക്കൾ. അങ്ങനെയാണെങ്കിലുള്ള ഉറപ്പ് എന്താണ്? അങ്ങനെയാണെങ്കിലുള്ള ഉറപ്പ്, അവൻ നമ്മിൽ വസിക്കുകയും നമ്മോട് കൂടെ നടക്കുകയും ചെയ്യും. അവൻ നമുക്ക് പിതാവായും നാം അവന് മക്കളായിരിക്കുകയും ചെയ്യുമെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 17-18 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ പുതിയ മാസത്തിൽ, ഏപ്രിൽ മാസത്തിന്റെ ആദ്യ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ കുറിച്ചു വെച്ചോ എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ആമേൻ. തടഞ്ഞു കിടക്കുന്ന, ബ്ലോക്കായി കിടക്കുന്ന നിങ്ങളുടെ നന്മകളെ അത് വരേണ്ട വശത്തുനിന്ന് കർത്താവ് വിളിച്ചു വരുത്തും. ദൂരത്തുനിന്ന് പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തുനിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ ഞാൻ വിളിക്കും. ഹല്ലേലൂയ. എവിടെയാണെങ്കിലും ചെതറിക്കിടന്നാലും, എത്ര ദൂരമായി പോയാലും, അവിടുന്ന് ദൈവം എൻ്റെ മക്കളെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്ന യഹൂദന്മാരെ കുറിച്ചാണ് ഇവിടെ പ്രവചിക്കുന്നതെങ്കിൽ നമുക്കറിയാം, ദൈവത്തിന്റെ സ്വന്തം ജനത്തെ ദൈവം മടക്കി കൊണ്ടുവരും. എവിടേക്കാണെന്നറിയാമോ? എവിടെ ചിതറിപ്പോയോ, എവിടെ തകർന്നുപോയോ, എവിടെ അകന്നുപോയോ ആ തലമുറയെ ഞാൻ മടക്കി കൊണ്ടുവരും. എൻ്റെ അവകാശത്തിലേക്കും എൻ്റെ വാഗ്ദത്തിലേക്ക് ഞാൻ മടക്കി കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരുപാട് വാഗ്ദത്തങ്ങൾ, ഒരുപാട് ദൈവിക പദ്ധതികളുമായിട്ടാണ് ദൈവം നമ്മളെ ഈ ഒരു മാസത്തിലേക്ക് കടത്തിവിടുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. അല്ല, ഉറപ്പായി ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്ന ആലോചന, ദൈവം ചില ശക്തികളോട് കഴിഞ്ഞ കാലങ്ങളിൽ തടുത്തു വെച്ച, അത്രയും മതി എന്ന് പറഞ്ഞ് ദൈവം തന്നെ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിയ ആ തടയലിനെ, തടുത്തു വെച്ചതിനെ കർത്താവ് പറയും ഇനി വിട്ടേക്കാൻ പറയും, ഇനി പറഞ്ഞു വിട്ടേക്കാൻ പറയും. കാരണം ഇസ്രായേൽ ജനത്തെ ദൈവം ബാബേലിലേക്ക് പറഞ്ഞയച്ചു, അശൂരിലേക്ക് പറഞ്ഞയച്ചു. 70 വർഷം അവിടെ കിടക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ ആ ജാതിയെ ദൈവം ന്യായം വിധിച്ചിട്ട് ദൈവം പറയുകയാണ്, ഇനി നീ തടുത്തു വെക്കണ്ട, ഇനി വിട്ടുതരിക. ഹല്ലേലൂയ. ഇനി നീ തടയരുത്, ഇനി നീ പിടിച്ചു വെക്കരുത്, തടുത്തു വെക്കരുത്, മടക്കിത്തരിക. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി മടക്കിത്തരട്ടെ. നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ദൂത നിങ്ങൾ ഏറ്റെടുത്തു. കർത്താവേ, ഈ മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ എനിക്ക് വരേണ്ടത്, തടുത്തു വെച്ചത് എനിക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഇതുപോലെ ഒരു മാസമാണ് 1948 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് ഈ ആധുനിക കാലത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ദീർഘമായ 19 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത് ഒരു ഏപ്രിൽ 14-ലായിരുന്നു, 1948. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചു പറഞ്ഞു, എൻ്റെ മക്കളെ തിരികെ തരിക. ഏതൊക്കെ ദൂരദേശത്ത് ചിതറിക്കിടക്കുന്നു അവിടെ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവരിക. വടക്കിനോടും തെക്കിനോടും വിളിച്ചു പറഞ്ഞു, കൊണ്ടുവരിക. എൻ്റെ മക്കൾ എവിടെ കിടക്കുന്നവരെല്ലാം വരട്ടെ. ഹല്ലേലൂയ.
നമുക്കറിയാം ഇന്ന് ഇസ്രായേലിന്റെ ആ പദവി എന്താണ്, സ്ഥിതി എന്താണ്, ഉയർച്ച എന്താണ്. ഹല്ലേലൂയ. അതൊരു വാഗ്ദത്തത്തിന്റെ സൂചനയാണ്. ഈ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ പിതാവായി സ്വീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ വാഗ്ദത്തത്തിന്റെ ഒരു ഏപ്രിൽ വന്നിരിക്കുകയാണ്. ആമേൻ. കർത്താവ് പറയും, വിട്ടുതരിക, പിടിച്ചു വെച്ച ശക്തികൾ മാറിപ്പോകട്ടെ. ഈ മാസം നിങ്ങൾ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്ന മാസമായി തീരട്ടെ. ഹല്ലേലൂയ. തടുത്തു വെക്കാൻ കഴിയാത്തതും കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ നദി പോലെ അവൻ വരുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ കഴിഞ്ഞ കാലങ്ങളിൽ തടഞ്ഞു വെച്ചതും കെട്ടിക്കിടന്നതുമായ ദൈവികമായ നന്മകൾ ഉറവ തുറന്ന് പുറത്തു വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും ദൈവം നൽകി തരുവാനായി ആഗ്രഹിക്കുന്നു. അവൻ മടക്കി വരുത്തും, അവൻ വിളിച്ചു വരുത്തും, അവൻ രൂപാന്തരം വരുത്തും. ഹല്ലേലൂയ. അതിപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തലമുറയെ കുറിച്ചാണ് നിങ്ങൾ വേദനപ്പെടുന്നതെങ്കിൽ, മുടിയനായ പുത്രൻ സുഖസൗകര്യങ്ങൾക്കും ആഡംബരത്തിനും വേണ്ടി തൻ്റെ ഓഹരിയെ വിറ്റ് ധൂർത്തടിക്കാൻ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ ഒരു പിതാവ് കരഞ്ഞ് ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ അവരെ തിരികെ ലഭിച്ചതുപോലെ എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇത് പറയുകയാണ്. തലമുറകളെ ദൈവിക പദ്ധതിയിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും സ്വസ്ഥമായ ജീവിതത്തിലേക്കും ദൈവം മടക്കിക്കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവരുടെ തെറ്റായ യാത്രകൾ, തെറ്റായ ജീവിതത്തിൽ ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. യോവേലിന്റെ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അതിന് 20 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങൾ നഷ്ടമായ വർഷങ്ങളെ ഞാൻ തിരികെ തരും. തുള്ളനും പച്ചപ്പുഴുവും വിട്ടിലും വെട്ടുക്കളയും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ പകരം തരും. മടക്കിത്തരും ദൈവം. അത് വീഞ്ഞും എണ്ണയും മടക്കിത്തരും, ആനന്ദം മടക്കിത്തരും. ഒടുവിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ അഭിഷേകം മടക്കിത്തരും. അതിന്റെ ശേഷമോ സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഒരു ഭൗതികമായ സമൃദ്ധി, അതിനേക്കാൾ ഉപരിയായി ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ മക്കളും ആത്മീയ സന്തോഷം അനുഭവിക്കണം, കുടുംബത്തിൽ ദൈവിക സ്വസ്ഥത അനുഭവിക്കണം. അതിലേക്ക് ദൈവം മടക്കി വരുത്താനുള്ള വാഗ്ദത്തമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്നത്. യേശുവിന്റെ നാമത്തിൽ ഈ മാസം അഭിഷേകത്തിന്റെ മാസമാകട്ടെ, നിറവിന്റെ മാസമാകട്ടെ, കൃപാവരങ്ങൾ അനുഭവിക്കുന്ന മാസമാകട്ടെ, അതിന്റെ വിടുതൽ അനുഭവിക്കുന്ന മാസമാകട്ടെ, കൂടുതൽ വിശ്വാസം വർദ്ധിക്കുന്ന മാസമായി തീരട്ടെ. ഹല്ലേലൂയ. നഷ്ടമായ വർഷങ്ങൾ മടക്കിത്തരും, നന്മകൾ മടക്കിത്തരും, തലമുറകളെ മടക്കിത്തരും. ഹല്ലേലൂയ. നഷ്ടമായ ഭാവിയെ ദൈവം മടക്കിത്തരും. ഹല്ലേലൂയ. എത്ര വർഷങ്ങൾ നഷ്ടമായി, എത്ര കാലങ്ങൾ നഷ്ടമായി, എത്ര അഭിഷേകം നഷ്ടമായി, ഇതിനെല്ലാം മടക്കിത്തരുവാൻ തടുത്തു വെക്കരുതെന്ന് പറഞ്ഞ് ആരൊക്കെ തടുക്കരുതിനി, ഇനി തടുക്കരുത് എന്ന് പറഞ്ഞ് പുറപ്പെടുവിക്കുവാൻ അധികാരമുള്ളവൻ നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കട്ടെ. ഹല്ലേലൂയ. ഈ മാസത്തിന്റെ തുടക്ക ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഏപ്രിൽ മാസം മുതൽ ഭാരതത്തെ സംബന്ധിച്ച് പല കാര്യങ്ങൾക്കും മാറ്റം വരുത്തുകയും ജനങ്ങളുടെ മേൽ കൂടുതൽ ഭാരം ഉണ്ടാക്കുന്ന ഒരുപാട് നിയമങ്ങളിലേക്കൊക്കെ സർക്കാരുകൾ പോകുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട്. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടും. യെശയ്യാവ് 60:1. നിന്റെ മേലെ യഹോവ ഉദിക്കും. അന്ധകാരവും കൂരിട്ടും ജാതികളെ മൂടുമ്പോൾ നിന്റെ മേലെ യഹോവ ഉദിക്കും. യഹോവയുടെ തേജസ്സും നിനക്ക് പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. നമുക്ക് നീതിസൂര്യനുണ്ട് രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുവാൻ. നമുക്കൊരു ദൈവമുണ്ട്, ഒരു പ്രകാശമുണ്ട്, ഒരു വെളിച്ചമുണ്ട്. നാം അന്ധകാരത്തിൽ തപ്പിത്തടയുകയില്ല. അതെ, ദൈവം മടക്കി വരുത്തും. ഞാൻ അവരുടെ നടുവിൽ നടക്കും. അവർ എനിക്ക് ജനമായി തീരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. പിന്നീടോ ഞാൻ അവരിൽ വസിക്കും. അവരെനിക്ക് മക്കളായി മാറും. ഞാൻ അവർക്ക് പിതാവായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവൻ മടക്കി വരുത്തും, അവൻ വിളിച്ചു വരുത്തും. എൻ്റെ പുത്രന്മാരെ കൊണ്ടുവരാൻ പറയും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ ആത്മാവിനാൽ ഹൃദയത്തിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ ജനം, അവരെ ദൈവം മടക്കി കൊണ്ടുവരുന്ന യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിലും. ഹല്ലേലൂയ. മടക്കി വരുത്തുമ്പോൾ ദൈവം ഹൃദയത്തിൽ എഴുതും, ഹൃദയത്തിൽ തളിക്കും, പുതിയ ഹൃദയം കൊടുക്കും, പുതിയ ആത്മാവിനെ കൊടുക്കും. ദൈവത്തിന്റെ മകനായി തീരാനുള്ള പുതിയ ഹൃദയം, ദൈവത്തിന്റെ മകനാകാനുള്ള ദൈവത്തിന്റെ ആത്മാവ്. അതിന് നമ്മുടെ അകത്ത് ദൈവം പ്രവർത്തിച്ചിട്ട് പറയും, ഇതെന്റെ മകനാ, അവൻ മടങ്ങി വരട്ടെ, അവന്റെ നന്മ മടങ്ങി വരട്ടെ, അവന്റെ അനുഗ്രഹം മടങ്ങി വരട്ടെ, അതാരും തടയരുത്. ഇത് നിങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുക. നിങ്ങൾ സ്വീകരിച്ചോ? ഈ മാസത്തിന്റെ പുതിയ ദിവസങ്ങളിൽ
ദൈവം ആ കാര്യം നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാസമായി തീരട്ടെ. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ആശങ്കകളല്ല, ഞങ്ങൾക്ക് വിശ്വാസവും ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒരു മാസമാണ് ഈ മാസം. വാഗ്ദാനങ്ങൾ, ദൈവിക വാഗ്ദാനങ്ങൾ നിറവേറുന്ന മാസങ്ങൾ, ദൈവികമായ കർത്താവ് നന്മകളെ വിളിച്ചു വരുത്തുന്ന മാസങ്ങൾ. തടുക്കരുത്, തടഞ്ഞു വെക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ നന്മകളെ തുറന്നു വിടുന്ന മാസം ഞങ്ങളത് ഏറ്റെടുക്കുകയാ യേശുവിന്റെ നാമത്തിൽ. അത് മക്കളുടെ വിഷയത്തിലാണെങ്കിലും ഈ വചനം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അവരുടെ കർത്താവേ ഭൗതിക നന്മയുടെ വിഷയം, അവരുടെ ആത്മീയ ജീവിതത്തിന്റെ വിഷയം, അവരുടെ മേലുള്ള അഭിഷേകത്തിന്റെ വിഷയം, ആമേൻ, യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. അഭിഷേകം മടങ്ങി വരട്ടെ, നന്മ മടങ്ങി വരട്ടെ, നഷ്ടമായ വർഷങ്ങൾ മടങ്ങി വരട്ടെ, ആമേൻ, തലമുറ മടങ്ങി വരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദൈവപ്രവൃത്തി ഞങ്ങൾ കാണും. തടുക്കരുത്, തടയരുതെന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നതിനായി നന്ദി. അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുന്നു കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദൂതം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ വിശ്വാസത്തോടെ കരപ്പറക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വെരി ബ്ലെസ്ഡ് മന്ത്.